ഉത്തരേന്ത്യയിൽ ബി.ജെ.പിയുടെ ഓപ്പറേഷൻ താമര പരിപാടി ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. അമിത്ഷാ ബി.ജെ.പി ദേശീയ അധ്യക്ഷനായതിന് പിന്നാലെ നടപ്പിലാക്കിയ ഓപ്പറേഷൻ താമരയിൽ തകർന്നത് കോൺഗ്രസ് ആയിരുന്നു. കർണാടകയിലടക്കം ഈ പരിപാടി നടപ്പിലാക്കി കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുമുണ്ട്. കർണാടക മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഓപ്പറേഷൻ താമരയിലൂടെ ബി.ജെ.പി ഭരണം പിടിക്കുന്നത് കോൺഗ്രസിന് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് കളി മാറിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴമൊഴി അന്വർത്ഥമാക്കി ഓപ്പറേഷൻ കൈ നടപ്പിലാക്കുവാൻ കോൺഗ്രസ് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിന്റെ ചെറുരൂപം അങ്ങ് തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയപ്പോൾ വർഷങ്ങളോളം ബി.ജെ.പി കൈയടക്കി വെച്ചിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം അവർക്ക് കൈവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തെലങ്കാനയിൽ പുറത്തു വന്നത്. ബി.ജെ.പിയെയും ബി.ആർ.എസിനെയും നിഷ്പ്രഭമാക്കി അവിടെ കോൺഗ്രസ് വൻ വിജയം പിടിച്ചെടുത്തു. ഈ കോൺഗ്രസ് തരംഗത്തിനിടയിലും തെലങ്കാനയിലെ കരിംനഗർ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ബി.ജെ.പി ആയിരുന്നു. ആകെ 66 വാർഡുകളുള്ള ഈ കോർപ്പറേഷനിൽ 30 സീറ്റുകളിൽ വിജയിച്ചത് ബി.ജെ.പി ആയിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് വെറും 4 സീറ്റിന്റെ മാത്രം കുറവ്. കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് ഇവിടെ 14 സീറ്റിലാണ്. മജ്ലിസ് പാർട്ടിക്ക് 9 വാർഡിൽ വിജയിച്ചപ്പോൾ ബി.ആർ.എസിന് 14 സീറ്റും ലഭിച്ചു. ബി.ജെ.പി വിമതരായി ഇവിടെ നിന്ന് വിജയിച്ചത് 10 സ്വതന്ത്രരാണ്. ഇതോടെ ബി.ജെ.പി ഭരണം ഉറപ്പിച്ചു. എന്നാൽ ഇവിടെയാണ് ഓപ്പറേഷൻ കൈയുടെ സാധ്യതകൾ കോൺഗ്രസ് തേടിയത്. ആദ്യം 10 ബി.ജെ.പി വിമത നേതാക്കളെ കോൺഗ്രസിൽ എത്തിക്കാൻ സാധിച്ചതോടെ കോൺഗ്രസ് സഖ്യത്തിന്റെ സീറ്റുകളുടെ എണ്ണം ഒറ്റയടിക്ക് 24 സീറ്റുകളിൽ എത്തിക്കാൻ സാധിച്ചു. പിന്നാലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പുറത്താക്കാൻ ബി.ആർ.എസും മജ്ലിസ് പാർട്ടിയും കൂടി പിന്തുണ കൊടുത്തതോടെ കോൺഗ്രസ് അത്ഭുതകരമായി മേയർ പദവി പിടിച്ചെടുത്തു. കോൺഗ്രസ് ഈ അട്ടിമറി നടത്തിയത് നോക്കി നിൽക്കാൻ മാത്രമേ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നുള്ളൂ. തെലങ്കാനയിൽ കോൺഗ്രസ് തരംഗം തീർത്തപ്പോൾ ബി.ജെ.പിക്ക് ആശ്വസിക്കാൻ വക നൽകിയ മറ്റൊരു കോർപ്പറേഷനാണ് നിസാമാബാദ്. ഇവിടെയും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചതോടെ തെലങ്കാനയിൽ ബി.ജെ.പി തകർച്ച പൂർണ്ണമായെന്ന് പറയാം. ഇവിടെ കോൺഗ്രസിന്റെ ഉമാർ റാണിയാണ് നിസാമാബാദ് മേയറായി വിജയിച്ചത്. പി.സി.സി പ്രസിഡന്റ് മഹേഷ് കുമാർ ഗൌഡിന്റെ ജില്ല കൂടിയായ നിസാമാബാദിൽ മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി അദ്ദേഹം നടത്തിയ കരുനീക്കങ്ങൾ വിജയിക്കുകയായിരുന്നു എന്ന് കാണാം. കഴിഞ്ഞ തവണ 2 കൗൺസിലർമാർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 17 പേരെ വിജയിപ്പിക്കാനും ബി.ജെ.പി വിരുദ്ധരായ മുഴുവൻ പേരെയും സംയോജിപ്പിച്ച് ബി.ജെ.പിയിലെ നഗരഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനും മഹേഷ് കുമാർ ഗൌഡയ്ക്ക് സാധിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെയുള്ള 7 കോർപ്പറേഷനുകളിൽ 6 കോൺഗ്രസ് സഖ്യം ഭരണത്തിലെത്തി. മഞ്ചേരിയിൽ മെഹബൂബ് നഗർ, നൽഗോണ്ട, രാമഗുണ്ടം കോർപ്പറേഷനുകളിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. കോതകുണ്ടത്തിൽ കോൺഗ്രസ് CPI സഖ്യമാണ് അധികാരത്തിലെത്തിയത്. കരിംനഗറിൽ മാത്രമാണ് ബി.ജെ.പിക്ക് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ വിജയിക്കാൻ സാധിച്ചത്. അവിടെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ബി.ആർ.എസ് തീരുമാനമാണ് ബി.ജെ.പിക്ക് ഗുണകരമായത്. ബി.ജെ.പി ദേശീയ നേതൃത്വം കെ ചന്ദ്രശേഖർ റാവുവിനെ ബന്ധപ്പെട്ട് ഈ തീരുമാനം എടുപ്പിച്ചു എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മകൾ കവിതയടക്കം ഇ.ഡിയെ വിട്ട് അകത്താക്കുവാനുള്ള സാധ്യതകൾ ഇപ്പോഴും ബി.ജെ.പിക്ക് മുന്നിലുള്ളത് കൊണ്ടാണ് KCR ചില കേന്ദ്രങ്ങളിൽ ബി.ജെ.പിയെ സഹായിച്ചത്. എന്തായാലും 116 മുനിസിപ്പാലിറ്റികളിലേക്കും 7 കോർപ്പറേഷനുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ അവസാനിപ്പിച്ചപ്പോൾ കോൺഗ്രസിന് വലിയ മുൻതൂക്കമാണ് തെലങ്കാനയിൽ ലഭിച്ചത്. 116 നഗരസഭകളിൽ 83 ഇടങ്ങളിൽ കോൺഗ്രസ് ആണ് മുന്നിലെത്തിയത്. 23 നഗരസഭകളിൽ ബി.ആർ.എസ് മുന്നേറിയപ്പോൾ 5 ഇടങ്ങളിലാണ് ബി.ജെ.പിക്ക് ലീഡുള്ളത്. 5 ഇടങ്ങളിൽ മറ്റു പാർട്ടികളും മുന്നിലുണ്ട്. 7 കോർപ്പറേഷനുകളിൽ 4 ഇടങ്ങളിലും കോൺഗ്രസിന് വ്യക്തമായ ലീഡുണ്ട്. ഏറ്റവും ഒടുവിൽ ഫലം വരുമ്പോൾ 1537 സീറ്റുകളിൽ കോൺഗ്രസ് വിജയം കൊയ്തിരിക്കുകയാണ്. ബി.ജെ.പിക്ക് 336 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. തെലങ്കാന 10 വർഷം ഭരിച്ച KC ചന്ദ്രശേഖര റാവുവിന്റെ ബി.ആർ.എസ് 781 സീറ്റുകളിൽ വിജയിച്ചു. ബുധനാഴ്ചയാണ് സംസ്ഥാനത്തെ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 116 മുനിസിപ്പാലിറ്റികളിലും തെരഞ്ഞെടുപ്പ് നടന്നത്.